ഹലോ ഫ്രണ്ട്, രാവിലെ 9:30 വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ 36 ഹെയർ പിന്നുകളുള്ള ചുരം കയറി വന്ന ഞങ്ങളെ ഊട്ടി വരവേറ്റത് ഈ കാഴ്ചയോടെയാണ്. നട്ടുച്ചയ്ക്കും കോട നിറഞ്ഞു നിൽക്കുന്ന ഊട്ടി. പോകുന്ന വഴി മുഴുവൻ കോട നിറഞ്ഞു നിൽക്കുന്നു. സൈഡിൽ പൈൻ മരങ്ങൾ, വലിയ തിരക്കൊന്നുമില്ലാത്ത റോഡ്. എന്നാൽ മുന്നോട്ട് നീങ്ങിയതോടെ കോടയൊക്കെ മാറി തുടങ്ങി. വെയിൽ വന്നു. വെയിലാണെങ്കിലും ചൂടൊന്നുമില്ല, തണുപ്പുള്ള വെയിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി കുറച്ചു നേരം ഊട്ടിയെക്കുറിച്ച് പറയാം. ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയും കൂടിയാണ് ഊട്ടി. നീലഗിരി ജില്ലയുടെ ആസ്ഥാനം ഊട്ടി തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7500 അടി ഉയരത്തിൽ നിൽക്കുന്ന ഊട്ടി സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അങ്ങനെ നിങ്ങൾ ഊട്ടിയിലെ വഴിയോര കാഴ്ചകളും കണ്ട് മുന്നോട്ട് നീങ്ങി. ആദ്യം ഹോട്ടൽ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം ഊട്ടി കറങ്ങാൻ ഇറങ്ങാൻ. ഊട്ടിയിലെ സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടുത്തെ ഈ കാലാവസ്ഥയും ഈ മനോഹരമായ കാഴ്ചകളുമാണ് എല്ലാവരെയും ഊട്ടിയിലേക്ക് ആകർഷിക്കുന്നത്. പലവിധ വർണ്ണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഇങ്ങോട്ട് നോക്കിയാലും കാണുന്ന കൃഷിയിടങ്ങൾ, പൈൻമരങ്ങൾ, എല്ലാം കൊണ്ടും ഊട്ടി സഞ്ചാരികളുടെ ഒരു സ്വർഗമാണ്. കൃഷിയിടങ്ങൾ കൂടാതെ വഴിയരികിൽ ചെറിയ ചെറിയ വ്യവസായങ്ങളും കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചോക്ലേറ്റ് ഫാക്ടറികൾ. വെറുതെ തരിശായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരിടങ്ങളും ഇവിടെ കാണാൻ സാധിക്കാറില്ല. എവിടെയെങ്കിലും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവിടെയെല്ലാം കൃഷി ഇറക്കും. അതാണ് ഇവിടെയുള്ളവരുടെ പ്രത്യേകത. എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഊട്ടിയോട് ഇത്ര അടുപ്പ് എന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. ഒരിക്കൽ വന്നു പോയാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന എന്തോ ഒന്നുണ്ട് ഇവിടെ. അത് ഇവിടുത്തെ കാലാവസ്ഥയാണോ അതോ ഇവിടുത്തെ കാഴ്ചകളോ? നിങ്ങളെ ഊട്ടിയിൽ ആകർഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്യാം. ഇവിടെയുള്ളവരുടെ വീടുകളും പലതരം വർണ്ണങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളെ നമ്മൾക്ക് ഇവിടെ കാണാം. സീസൺ അല്ലാത്തത് കൊണ്ടാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനം. സീസൺ ആകുമ്പോൾ ബസ്സുകളെ ഇങ്ങോട്ട് കടത്തിവിടാറില്ല. യാത്രകൾ തുടരും.